ഹലോ ഹായ് എല്ലാവർക്കും. ജയ്ക്കുനെ ഞാനിപ്പോൾ എല്ലാവരെയും കാണിച്ചു. ജയ്ക്കു നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പം ആർക്കും ജയ്ക്കുനെ ഉണർത്താനായിട്ട് പോലും പറ്റത്തില്ല, അതുപോലത്തെ ഉറക്കമാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ചിന്തയുണ്ട്. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പലർക്കും ഒരു പക്ഷെങ്കിൽ പെറ്റ് ലവേഴ്സ് അല്ലാത്ത, ഡോഗ് ലവേഴ്സ് അല്ലാത്ത ആൾക്കാർക്കൊരു ചിന്തയുണ്ടാവും, ഇവരെന്തുകൊണ്ടാണ് ഈ ഡോഗ്സിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇതൊക്കെ വെറുതെ ഒരു കൂട്ടിക്കിടന്ന് വളരേണ്ടതല്ലേ, ഒരു ലീഷിൽ കിടന്ന് വളരേണ്ടതല്ലേ, ഇതിനൊക്കെ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ടായിരുന്നു. എന്നോട് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ജേക്കുവിന് 7+ ഇയേഴ്സായി. 2018 അവൻ എൻ്റെ അടുത്ത് വന്നത്. ഇപ്പോൾ ഇത്രയും വർഷത്തെ ഞങ്ങളോടുള്ള അവൻ്റെ ജീവിതമായി. അപ്പം ഡോഗ്സിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് പോലെ അല്ല. അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പം അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുനിന്ന് പോകും. അതെനിക്ക് ചിന്തിക്കാൻ പോലും ഒക്കാത്ത ഒരു കാര്യമാണ്. ഒരു അക്സെപ്റ്റൻസ് ഇല്ല ഇപ്പം തന്നെ, ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. പക്ഷേ ചില ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സ്, ഒരാളെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ ഇതിനൊക്കെ ഇത്ര ഏജായില്ലേ, ഇനി ഇതിനെയൊക്കെ കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണത്തിനെ വാങ്ങിക്കൂടെ? പുതിയ ഒരെണ്ണത്തിനെ വാങ്ങണമെങ്കിൽ വാങ്ങാം, പക്ഷെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പം 2 കുട്ടികളുണ്ടെങ്കിൽ, ഒരാൾ നല്ല ഒരു 25, 26 അല്ലെങ്കിൽ 30 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ കളയാൻ പറ്റുമോ? പ്രായമായി എന്നും പറഞ്ഞുകൊണ്ട് കളയാനൊക്കത്തില്ല, തീർച്ചയായിട്ടും കളയാനൊക്കത്തില്ല. അസുഖബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമ്മൾ ഏത് രീതിയിലാണോ കെയർ ടേക്കിങ് ചെയ്യുന്നത്, അതേ മനസ്സോടുകൂടി തന്നെ ഡോഗ്സിനെ കെയർ ടേക്കിങ് ചെയ്യാമെങ്കിൽ മാത്രമേ അവരെ വാങ്ങിക്കുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. ചെറുപ്പത്തിൽ അവരെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയും കാര്യങ്ങളുമൊക്കെ കാണും. പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് അസുഖങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ നമ്മൾ മടുത്തിട്ട് അവരെ ഇറക്കി വിടുന്നതായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണ ഞങ്ങൾ കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് റോഡിൽ ഞാൻ അവനെ നിർത്തി ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് നിർത്തിയായിരുന്നു. ആ ടൈമിൽ ബൈക്കിൽ പോയ 2 ആൾക്കാർ, ഒരു 25-30 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഉള്ള ഏജ് ഗ്രൂപ്പിൽ, ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നോക്കി അവർ കമൻ്റ് അടിച്ചിട്ട്, അവരുടെ അല്ല ഡോഗ്, എൻ്റെ സ്വന്തം ഡോഗാണ്, ഞാൻ അതിന് കൊടുക്കുന്നു, അവരുടെ അടുത്തുനിന്ന് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള കമൻസ് നമ്മളെ പറയുന്ന ആൾക്കാർ വരെയുമുണ്ട്. അതൊക്കെ എന്തൊരു സിക്കായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെയധികം സന്തോഷത്തോടുകൂടി ഇവരെ പരിപാലിക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെ വീട്ടിൽ കൊണ്ടുവരാവൂ. അല്ല നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഒരിക്കലും ഇവരെ വാങ്ങാതിരിക്കുക. അപ്പം ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ പതുക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.